ഈ ഭൂമിയിൽ നമ്മൾ സഹിക്കുന്ന ഏതൊരു സഹനത്തെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കാൻ കുരിശ് നമ്മളെ സഹായിക്കും. നമ്മൾ കടന്നു പോകുന്ന ഏതൊരു സഹനത്തെയും കുറിച്ച് ചിന്തിച്ചോളൂ. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് അൾത്താരയിൽ തൂങ്ങപ്പെട്ട കുരിശ് മാത്രമല്ല, നിന്റെ വീട്ടിൽ നീ ഇന്ന് അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വേറെ ചില കുരിശുകളുണ്ടല്ലോ. ഭാര്യയെ കുരിശായി കണക്കാക്കുന്ന ഭർത്താവ് ഉണ്ടാകാം, ഭർത്താവിനെ കുരിശായി കണക്കാക്കുന്ന ഭാര്യമാരുണ്ടാവും, മക്കളെ കുരിശായിട്ട് കണക്കാക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും, ചില ബന്ധങ്ങളെ നിങ്ങൾ കുരിശായി കണക്കാക്കുന്നുണ്ടാവും, ജോലി സ്ഥലത്തുള്ളവരെ ചിലപ്പോൾ കുരിശായി കണക്കാക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുരിശെന്ന് കരുതി കണക്കാക്കുന്ന ഏതൊരു ബന്ധത്തെയും ഇന്ന് പത്രോസ്ലീഹ പറയുക, ഇത് ദ മൊമെന്റ് ഓഫ് ഗ്ലോറി, ആഹ്ലാദിക്കാനുള്ള ഒരു സമയമാണെന്ന്. കാരണം ക്രിസ്തുവിന്റെ പീഡകളിലാണ് നീ പങ്കുപറ്റുന്നത്. സഹിക്കുന്ന ഓരോരുത്തരും, കുരിശിനെ ധ്യാനിക്കുന്ന ഓരോരുത്തരും, ആ വ്യക്തി പോലും അറിയാതെ സംഭവിക്കുന്ന എന്താണ്, ആ വ്യക്തി യേശുവിന്റെ കുരിശിലാണ് പങ്കുപറ്റുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ സഹനം വെറുതെ അല്ല, അതിന് വിലയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സംഭവമോ ഒരു വിഷയമോ നിങ്ങൾക്ക് കുരിശായിട്ടുണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് കുരിശാണ്, ചില വ്യക്തികൾ കുരിശാണ്, ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ കുരിശിൽ പെട്ടുകഴിയുന്നു. എന്നാൽ നീ ഭാരപ്പെടാതിരിക്കാൻ വിശുദ്ധ ഗ്രന്ഥം നിനക്ക് നല്ലൊരു മാജിക്, വലിയൊരു അനുഭവം നൽകുകയാണ്. എന്താണെന്നറിയാവോ? കുരിശിലെ ഈശോയെ ധ്യാനിച്ചാൽ മതി, നിന്റെ ഇന്നത്തെ കുരിശിനെ നിനക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കുരിശിലെ ഈശോയെ ധ്യാനിക്കുന്നത് വഴി നിനക്ക് ഇന്നത്തെ അനേക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഭാരപ്പെടാതെ കൈകാര്യം ചെയ്യാൻ പറ്റും, പരാതി പറയാതെ കൈകാര്യം ചെയ്യാൻ പറ്റും, പിറുപിറുക്കാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. ആരെ നോക്കണം? കുരിശിലെ ഈശോയെ നോക്കിയാൽ ആ കൃപ നമുക്ക് ലഭിക്കും.